ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത 2 ആഴ്ചത്തെ എനർജി ചെക്കിംഗ് ആണ്. റിലേഷൻഷിപ്പിൽ തന്നെ 2 ആഴ്ചത്തെ. ഓക്കെ, അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഈ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അത് ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ക്ലെയിം ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഈ കാർഡ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേബിൾ ആൻഡ് പ്രാക്ടിക്കൽ അപ്രോച്ച് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ സാധ്യമായത്, സ്വപ്നം കാണുന്നതല്ല, എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഈ ബന്ധത്തിൽ സ്ഥിരതയുള്ളത്, അതുപോലെ പ്രായോഗികമായത്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയാലേ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ആകുള്ളൂ. മൈറ്റ് ബി ഫോക്കസിങ് അല്ലേ, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണോ ഈ ബന്ധത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ മേ ബി, മൈറ്റ് ബി എന്നൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഇമോഷൻസ്, കാരണം ഈ ഇമോഷൻസ് മൂൺ എനർജിയുമായിട്ട് വളരെയധികം കണക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമുക്കിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഒരു പ്രധാനപ്പെട്ട മാറ്റം വരും എന്തായാലും. ഓക്കെ, ഇത് എൻഡിങ്സ് ആകില്ല, എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയും. ചില പാറ്റേൺസ്, തുടർന്ന് വന്നിരുന്ന ചില പാറ്റേൺസ്, ചില സ്വഭാവ രീതികൾ, ഓർ നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ഫേസ്, ഒരു ഘട്ടം ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ ഒരാൾ ഓർ 2 പേരും കുറച്ച് അധിക ചുമതലകൾ അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ചിന്തകൾ കൊണ്ട് നിങ്ങൾ ഓവർവെൽംഡ് ആയിരിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങളുടെ ചുമലിൽ ഒരു ഹെവി ലോഡ് ഉള്ളതുപോലെ. നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ റീ ഇവാലുവേഷൻ ചെയ്യുക. വൈ ഇറ്റ് ഹാപ്പൻഡ്, എനിക്കെന്തുകൊണ്ട് ഇത്രയും ഭാരം എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ വരുന്നത് 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ 2 പേർക്കും അല്ലെങ്കിൽ ആരോ ഒരാൾക്ക് അല്പസമയം വേണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് വിശ്രമം, ചിന്തിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ. നിങ്ങൾ ഡ്രെയിൻഡ് ആയതുപോലെ തോന്നുന്നു. സോ റീചാർജ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വരുന്നുണ്ട്. ഈ കാർഡ് മൂല്യം, സന്തോഷം, ബന്ധങ്ങൾ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ചോയ്സ് എടുക്കണം, എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ട ഒരു സമയമാണിത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതും റിവേഴ്സാണ്. റിക്കവറി ആൻഡ് ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വരുന്നു. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 10 ഓഫ് സോഡ്സ് റിവേഴ്സ്. അടുത്ത് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. മാറ്റം അനിവാര്യമായതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു യു ടേൺ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു ഫെയ്റ്റ് അല്ലെങ്കിൽ വിധി നടപ്പാക്കുകയാണ്. എന്ത് സംഭവിച്ചാലും അതിനോട് അഡാപ്റ്റബിൾ ആകാൻ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക. അതിന് എന്ത് സംഭവിച്ചാലും അതിനെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഫേറ്റ് അല്ലെങ്കിൽ വിധി എന്ന് പറഞ്ഞാൽ അല്ലേ, എപ്പോഴും വിധി തന്നെ നടക്കണമെന്നില്ല. പിന്നെ പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനം? പ്രാർത്ഥനയിലൂടെ നമുക്ക് വിധി മാറ്റാൻ കഴിയും. എന്നും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനുമായി എപ്പോഴും കണക്റ്റായിട്ടിരിക്കുക. അടുത്ത് വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ്. കംപ്ലീഷൻ, ഒരു ഹോൾനെസ്. ഓക്കെ, ഒന്നിലും കുറവില്ലാതെ ഹോളായിട്ടിരിക്കുന്ന ഒരു പ്രതീതി.
ഇതൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മെച്വർ സ്റ്റേജിലോട്ട് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതും റിവേഴ്സാണ്. ജീവിതത്തിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറാൻ പോകുന്നു. റെഡി ടു റീ എനർജൈസ് എന്നാണ് പറയുന്നത്. തുറന്നുള്ള സംസാരം, പുതിയ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക, ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ. ഇതൊക്കെയാണ് 4 ഓഫ് കപ്സ് റിവേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ജീവിതത്തിന് ബാലൻസ് കൊണ്ടുവരിക, അതുപോലെ മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ തീരുമാനം എടുക്കാൻ മടിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നു, പക്ഷേ ചുറ്റുമുള്ള എനർജീസ് തീരുമാനം എടുക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മധ്യമുള്ള തീരുമാനം എടുക്കുക, വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചോയ്സ് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള തീരുമാനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കട്ടെ. ഓക്കെ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കട്ടെ നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. അടുത്തൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.